നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനം വന്നു. ഇന്നിപ്പോ 11 ദിവസം പിന്നിടുമ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. ഇതുവരെ കേരളത്തിലെ കോൺഗ്രസിനെയും UDF-നെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു വിഷയം തന്നെയായിരുന്നു ആരാണ് മുഖ്യമന്ത്രി, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട UDF-ന്റെ MLA-മാർക്ക്, അതായത് കോൺഗ്രസിന്റെ MLA-മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഏതെങ്കിലും മരണാവശ്യങ്ങൾക്കോ കല്യാണ ആവശ്യങ്ങൾക്കോ ഒക്കെ പങ്കെടുക്കാൻ സാധിക്കാത്ത അത്ര വിധത്തിൽ പ്രതിസന്ധിയിലാഴ്ത്തിയ ഒരു തീരുമാനം തന്നെയായിരുന്നു മുഖ്യമന്ത്രി തീരുമാനം നീണ്ടുപോകല്. ഇപ്പോ അതിനെല്ലാം ഒരു വിരാമമായിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ജനം എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത്, കേരളം എന്താണ് ആഗ്രഹിച്ചിരുന്നത്, അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നിരിക്കുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. കേരളത്തിലെ എല്ലാവർക്കും സന്തോഷം എന്നുള്ളതാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ പങ്കുവയ്ക്കുന്ന വികാരം. ഇവിടെ VD സതീശനിലേക്ക് മുഖ്യമന്ത്രി പദം എത്താതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ചരടുവലികൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ ആരാണ് നയിക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസിന് നല്ല പാഠങ്ങൾ ഓതിക്കൊടുത്ത് കൈപിടിച്ച് നേർവഴിക്ക് നയിക്കേണ്ട ആളുകൾ തന്നെ VD സതീശനെ പോലുള്ള നേതാക്കന്മാർ ഒരു കാരണവശാലും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി വലിയ ചരടുവലികൾ നടത്തുന്നുണ്ടായിരുന്നു, വേലിക്കെട്ടുകൾ തീർക്കുന്നുണ്ടായിരുന്നു. സാമുദായിക ആചാര്യന്മാരെ വരെ, അതായത് മതമേലധ്യക്ഷന്മാരെ വരെ കൂട്ടുപിടിച്ചുകൊണ്ട് VD സതീശന്റെ മാർഗം തടയാൻ വേണ്ടി അവരിൽ പലരും ശ്രമിച്ചു. ഇന്നലെ വരെയും നമ്മളത് കണ്ടതാണ്. NSS അധ്യക്ഷനായ സുകുമാരൻ നായരുടെ വരെ ഇടപെടലുകളും പ്രസ്താവനയും ഇന്നലെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ രാഹുൽ ഗാന്ധി, ഹൈക്കമാൻഡ് എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ നീതിപൂർവമായൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തടനിന്നിരുന്ന ആളുകൾക്ക് കൃത്യമായ തിരിച്ചടിയും സന്ദേശവും തന്നെയല്ലേ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ കോൺഗ്രസിനെയും UDF-നെയും നയിച്ച് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ VD സതീശൻ പ്ലാൻ ചെയ്തിട്ടുള്ള പദ്ധതികൾ, അതേപോലെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ വിഷൻസ്, ഇതെല്ലാം വിജയിച്ചിട്ടും അവസാനം സ്വന്തം പാർട്ടിയിലെ ജയിച്ച MLA-മാർ ആദ്യം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞുകുത്തി എന്നുള്ളത് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇതിപ്പോൾ കൃത്യമായി ജനരോഷവും കൂടെയുള്ള ഘടകകക്ഷിയുടെ ഉറച്ച നിലപാടുമാണ്, കൂടാതെ VD സതീശന്റെ വ്യക്തിത്വവുമാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാൻ സഹായിച്ചിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി പോയിരുന്നേനെ, ജനങ്ങളുടെ ഹിതത്തിനെതിരെയുള്ള ഒരു നടപടിയായി തീർന്നിരുന്നേനെ. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് VD സതീശൻ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായി വിശ്വസിക്കണ്ട, ഏത് സമയത്തും അവർ പിന്നിൽ നിന്ന് കുത്തും. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിനെ പോലെയുള്ള നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, കേരളത്തിന്റെ കോൺഗ്രസിന് അഭിമാനമായി കരുതിയിരുന്ന നേതാവ് മുതൽ സുധാകരൻ വരെ ഇദ്ദേഹത്തെ താഴെ വീഴ്ത്താൻ വേണ്ടി, VD സതീശനെ താഴെ വീഴ്ത്താൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തി എന്നാണ് പരസ്യമായി തുടങ്ങി വെച്ചത് സുധാകരൻ. പിന്നീട് അത് ഏറ്റെടുത്ത കേരളത്തിലെ MLA-മാർ, അവസാനം ഏറ്റവും നേതൃത്വത്തിൽ വന്നതോ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന്റെയും അതേപോലെ ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം പദ്ധതികൾ പരിപൂർണമായി പരാജയപ്പെടുത്തിയത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളാണ്. അതായത് കൃത്യമായ വിഷയനോടുകൂടി ഈ രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്യാൻ മതേതരത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ഒരു ലീഡറെങ്കിൽ, അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ഈ നാടിന് വേണ്ടിയിട്ടാണെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് പറയുന്നത് നേതാവ്, നമുക്കറിയാം അദ്ദേഹത്തോട് നമുക്ക് പ്രത്യേക പേഴ്സണൽ വിരോധമില്ല. അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയായി തീർന്നാൽ അദ്ദേഹം ഏറ്റവും അധികം ജനസേവകനായി തീരണം എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹം ഒരു കൊള്ളക്കാരനെ പോലെ പ്രവർത്തിക്കുകയും ജനങ്ങളിൽ നിന്ന് അകലുകയും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും എന്ത് വൃത്തികേട് കാണിച്ചാലും എന്ത് അഴിമതി നടത്തിയാലും ആരും ചോദിക്കാനും പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയും ഒക്കെ ചെയ്തതിന്റെ പരിണിത ഫലമാണ്
ആ പാർട്ടിയിലെ തന്നെ സാധാരണ പ്രവർത്തകർ അവസാനം ഇറങ്ങി തിരിച്ച് അണികൾ നേതൃത്വത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞൊരു പുസ്തകമടക്കം എഴുതി ആ പാർട്ടിയിൽ തന്നെ പ്രമുഖരായ ആളുകൾ ഇതിനൊക്കെ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പോരാടിയിരുന്ന ആളുകൾ പോലും പ്ലാറ്റ്ഫോമായി കണ്ടത് UDF ആണ്. അതെന്താ കാരണം? UDF നയിക്കുന്ന VD സതീശന്റെ വിഷനും അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അതേപോലെ ഇടതുപക്ഷ ചായ്വുള്ളതായി മാറിയിരിക്കുന്നു, അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് അവർ എത്തിപ്പെട്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിന് ഒറ്റ കാരണക്കാരൻ മാത്രമേ അതിന് VD സതീശനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിജയിച്ചു കണ്ടപ്പോൾ അധികാര കൊതിയന്മാരായ പലരും അതിലേക്ക് ഇറങ്ങി ചെല്ലുകയും ജയിച്ച MLA-മാർ പൈസ കിട്ടിയതിന്റെ പ്രതിഫലമായി തിരിച്ച് KC വേണുഗോപാലിന്റെ കൂടെ പോവാൻ തയ്യാറായി നിന്നു നമ്മൾ കണ്ടതാണ്. അത്രയും സദാചാര വിരുദ്ധ പ്രവർത്തനമാണ് ഈ പാർട്ടിയിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്നിട്ടോ ആരാണ് കൂടെ നിന്നത്? ഘടക കക്ഷികളാണ്. അതിൽ പ്രത്യേകം നാളെ അഭിനന്ദിക്കേണ്ടത് ഏറ്റവും അധികം മുസ്ലിം ലീഗിനെയാണ്. അവരൊരു മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഈ പാർട്ടിയെ വിജയിപ്പിച്ച, ഈ മുന്നണിയെ വിജയിപ്പിച്ച VD സതീശൻ തന്നെ വേണം എന്ന് അടിവരയിട്ട് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുന്നതുമാണ് ഇത്തവണ VD സതീശന് തടസ്സമില്ലാതെ ഒന്നാമത് എത്തിക്കാനുണ്ടായ കാരണം. രണ്ടാമത് ജനരോഷമാണ്. എവിടെ നമ്മളൊക്കെ കേരളത്തിൽ പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് സർവേ ചെയ്തു. ഇന്നലെ എറണാകുളത്ത് സർവേ നടത്തി, പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ ഒരാളെ സപ്പോർട്ട് ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും ജനങ്ങൾ VD സതീശൻ എന്ന നേതാവിന് വേണ്ടിയിട്ട് കൃത്യമായി നിലകൊണ്ടിരുന്നു. ആ നിലകൊള്ളാൻ കാരണം VD സതീശൻ 5 കൊല്ലത്തെ പ്രവർത്തന രീതി കൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയുള്ള പോരാട്ടങ്ങളും അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകൾക്കുള്ള ഒരു അംഗീകാരമാണ് ജനങ്ങൾ നൽകിയത്. ആരാണോ ശരിയായ വിധത്തിലുള്ള നിലപാടുള്ളത് ആ ആളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന്. അതിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഇവിടെ വെള്ളാപ്പള്ളിയും അതേപോലെ സുകുമാരൻ നായരും ഓറഞ്ച് തുള്ളിയിട്ട് അതിന് ഒരു ചുക്കും ഒരു വിലയും കൽപ്പിക്കാതെ ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് VD സതീശൻ ചെയ്തത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. സാർ, അതാണ് ഇതിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ. അതായത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് VD സതീശനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ. രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കുന്നു എന്ന് തോന്നിയപ്പോഴും UDF-ന്റെ പ്രധാന ഘടകകക്ഷിയായി കൂടെ നിന്ന മുസ്ലിം ലീഗ് കഴിഞ്ഞ 10 വർഷമായി അവരും അധികാരത്തിന് പുറത്തു നിൽക്കുന്നു. VD സതീശൻ മുഖ്യമന്ത്രി ആകില്ല, മുഖ്യമന്ത്രി പദം മറ്റൊരാളിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ലീഗിന്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി. കാരണം ജനകീയ സ്വീകാര്യതയുള്ള ആരെങ്കിലും ആയിരിക്കണം മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ UDF-നോ മുസ്ലിം ലീഗിനോ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. പക്ഷെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുമ്പോൾ ഘടകകക്ഷി എന്ന രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായം പറയും. ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, ജനകീയ സ്വീകാര്യതയുള്ള നേതാവിനെ ആയിരിക്കണം മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. മാത്രമല്ല UDF എന്ന സംവിധാനത്തെ ഒറ്റക്കെട്ടായി ടീം UDF എന്ന ഒരു സംവിധാനത്തിലേക്ക് ഉയർത്തി ഈ 140 മണ്ഡലങ്ങളിലും UDF-നെ നയിച്ച് 102 സീറ്റ് നേടിത്തരാൻ വേണ്ടി പ്രയത്നിച്ച, രാവും പകലും പണിയെടുത്ത VD സതീശന്റെ ഒത്തൊരുമയോ അല്ലെങ്കിൽ അധ്വാനത്തെയോ കാണാതെ, അദ്ദേഹത്തിന്റെ ജനസമ്മതിയെയോ കണക്കിലെടുക്കാതെ ഒരു മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് നിയോഗിക്കാൻ പാടില്ല എന്ന കൃത്യമായ കർശനമായ നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുസ്ലിം ലീഗ് നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. അതിന്റെ പരിണിത ഫലം തന്നെയാണ് ഹൈക്കമാൻഡ് വീണ്ടും പുനരാലോചന നടത്തുകയും കൂടിയാലോചനകൾക്ക് ഒടുവിൽ ആണ് ഈ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആകണം എന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിലേക്ക് ഈ ഒരു അഭിപ്രായം ചെന്നെത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. അവിടെ സാറ് പറഞ്ഞതുപോലെ ഈ UDF-ൽ നിൽക്കുന്ന പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് സ്തുത്യർഹം തന്നെയല്ലേ? തീർച്ചയായും മുസ്ലിം ലീഗ് നടത്തിയ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട. നമ്മൾ മാത്രമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ക്രൈം മാത്രമാണ് 2 ദിവസത്തിനുള്ളിൽ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. അതിന് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കൃത്യമായി ഇടപെടുകയും കൃത്യമായി കാര്യങ്ങൾ ഒരു തീരുമാനമുണ്ടാക്കുകയും 2.5 വർഷം KC വേണുഗോപാൽ 2.5 വർഷം VD സതീശനും മുഖ്യമന്ത്രിയായിരിക്കും. അത് ആദ്യം VD സതീശൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തത് തൻ്റെ പൂർവ്വം നമ്മൾ പറഞ്ഞത് കൃത്യമായി ഒരൊറ്റ ചാനൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല.
ഇന്ത്യയിലെ ഒരു ചാനൽ, ഒരു വാർത്താ പത്രമോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയോ ആരെങ്കിലും അങ്ങനെ ഒരു ധൈര്യം കാണിച്ചിരുന്നില്ല. നമുക്ക് കിട്ടിയ വിവരം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ ഡൽഹിയിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയെ കാണുകയും കേരളത്തിലെ ജനരോഷത്തെക്കുറിച്ച് കൃത്യമായി അറിയിക്കുകയും അത് അല്ലാതെ വന്നാൽ നീതിപരമായിരിക്കില്ല, അത് നീതിക്ക് നിഷേധമായി തീരും, അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാരണമായി തീരും, കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതെ തീരും, മറ്റു 13 സ്റ്റേറ്റുകളിൽ എങ്ങനെയാണോ കോൺഗ്രസ് തകർന്നു തരിപ്പണമായത് അതേപോലെ കോൺഗ്രസ് ഇല്ലാതാകും, അത് വേണ്ട എന്ന് വേണമെങ്കിൽ ഇത്തവണ ഇങ്ങനെ തീരുമാനമെടുക്കണം, എടുത്തില്ലെങ്കിൽ അത് വലിയ ദൗർഭാഗ്യമായിരിക്കും, ഇവിടെയും കേരളത്തിലും ഇല്ലാതാകുമെന്ന് കൃത്യമായി അറിയിച്ചതോടുകൂടി പ്രിയങ്ക ഗാന്ധി എടുത്ത വളരെ കർശനമായിട്ടുള്ള നിലപാട് ഇതിനകത്ത് പ്രധാനമായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിക്ക് എല്ലാ ഭാഗങ്ങളെയും കേൾക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. നമ്മൾ നീണ്ടു പോയത് നമുക്കും വിഷമമുണ്ടായെങ്കിലും അദ്ദേഹം എല്ലാവരെയും കേട്ട ശേഷം അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതിനകത്ത്. അതോടൊപ്പം ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് അർഹതപ്പെട്ടതായിരിക്കണം എന്ന് KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അല്ല, ഇവിടെ ഈ KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്താൻ യാതൊരു തരത്തിലുള്ള അയോഗ്യതയില്ല, ഒരു അർഹതക്കുറവ് അവർക്കില്ല. പക്ഷേ ഈ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടൊരു കാര്യമുണ്ട്. അതായത് കെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിലെ MP-മാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് 4 ദിവസമാണ് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ചർച്ചകൾ വഴിമുട്ടി ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹം മുറിയടച്ചിരുന്നത്. അതിനുശേഷം AK ആന്റണിയെ പോലുള്ള സമന്വിതായ നേതാക്കളൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഭരണം കയ്യിൽ കിട്ടുമ്പോൾ നിലവിലെ MP ആയ AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ളത് വലിയ ആക്ഷേപം തന്നെയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായ അർഹനാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം അത് നേരത്തെ വ്യക്തമാക്കണമായിരുന്നു. പല മാധ്യമങ്ങളിലും അദ്ദേഹം വന്ന് ചർച്ചയിലിരുന്നപ്പോൾ പറഞ്ഞത്, എന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് എന്നെ വലിച്ചഴക്കേണ്ട, ഞാൻ അങ്ങോട്ടേക്കില്ല, നിങ്ങൾ അത്തരത്തിലുള്ള സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കേണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞയാൾ കോൺഗ്രസ് UDF-ന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയതായിരുന്നില്ല. ജനങ്ങളുടെ മുന്നിൽ UDF-ന് ഒറ്റക്കെട്ടായി നയിച്ചത്, അതിനുവേണ്ടി പണിയെടുത്തത് VD സതീശൻ എന്ന നേതാവ് തന്നെയായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന് അർഹതപ്പെട്ട പദം തന്നെയാണ് എന്നാണ് ജനങ്ങൾ പറഞ്ഞത്. അല്ലാണ്ട് KC വേണുഗോപാൽ മോശമായ ഒരു കാൻഡിഡേറ്റ് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾക്ക് ഇതിനെ ക്രോഡീകരിക്കുമ്പോൾ ഒന്ന്, VD സതീശന്റെ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. അതിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ആർക്ക്? ഹൈക്കമാൻഡ്. 2, ജനരോഷം. ജനങ്ങൾ കംപ്ലീറ്റ് VD സതീശന്റെ കൂടെ നിന്നു. ജനരോഷത്തിന് വഴങ്ങേണ്ടി വന്നു ഹൈക്കമാൻഡ്. അതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ്. മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനം, ഘടകകക്ഷികൾ നീതിയോടൊപ്പം നിന്നു, അതായത് സതീഷിനോടൊപ്പം ഉറച്ചു നിന്നു. ഈ 3 ഘടകങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ ഇതില് ഗുണമായി തീർന്നത്. അതോടൊപ്പം ചില പ്രമുഖ നേതാക്കന്മാർ, അതായത് VM സുധീരനും K മുരളീധരനും AK ആന്റണിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള നേതാക്കൾ അതിനകത്ത് ശക്തമായിട്ട് നിലപാടെടുത്തു. ഈ 4 കാര്യങ്ങളാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അതിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിനെ അഭിനന്ദിച്ചേ പറ്റും. അല്ല, ഈ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി VD സതീശനെ നിയോഗിച്ചത്. അത് രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിനും അത് എന്നും ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങളില്ലാതെ, ഇത്രത്തോളം നേതാക്കളെ കണ്ട്, ഇത്രത്തോളം പ്രവർത്തകരെ കണ്ട് കൂടിയാലോചിച്ച് അല്പ ദിവസം വയ്യെങ്കിലും ഒരു തീരുമാനമെടുത്തത് കൃത്യമായ തീരുമാനമായിരുന്നു. കേരളത്തിലെ ജനതയ്ക്ക് ഒന്നാകെ അംഗീകരിക്കത്തക്കതായ ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ രമേശ് ചെന്നിത്തലയെ പോലുള്ള ചില നേതാക്കന്മാർ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. സാവകാശം അവരെയും അനുനയിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ തന്നെ പറയും. എന്തായാലും ഈ കാര്യത്തെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അതോടൊപ്പം ഇപ്പോൾ ഈ എന്തുകൊണ്ട് VD സതീശൻ സെലക്ട് ചെയ്തു, അതിന്റെ ഉത്തരമാണ് ക്രൈം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ജനരോഷമാണ് ഏറ്റവും പ്രധാനം. അതിന് മുന്നിൽ മറ്റൊന്നും നിൽക്കാൻ പറ്റില്ല. എത്ര തന്നെ ഹൈക്കമാൻഡ് ആയാലും, എത്ര തന്നെ KC വേണുഗോപാലായാലും, എത്ര അധികാരമുണ്ടെങ്കിലും, എങ്ങനെ MLA-മാരെ സെലക്ട് ചെയ്താലും അതൊന്നും ഘടകമല്ല. ജനവികാരത്തെ മാനിക്കാതെ മുസ്ലിം ലീഗ് പറഞ്ഞ വാചകമാണ് ശരിയായി വന്നത്.
ജനവികാരത്തെ അംഗീകരിക്കണം. അങ്ങനെയുള്ള അംഗീകാരമുള്ള നേതാവായിരിക്കണം. അത് വി ഡി സതീശനായിരുന്നു. സാർ, ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരത്തിലും ക്രൈം പലപ്പോഴായിട്ട് പല രീതിയിലും പല സർവേകൾ നടത്തിയിട്ട് സാർ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 മുതൽ 115 വരെ സീറ്റുകൾ കിട്ടാൻ എന്ന് പറഞ്ഞു. ഇല്ല എന്നുണ്ടെങ്കിൽ 100-നും 105-നും ഇടയ്ക്ക് സീറ്റ് കിട്ടി UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. പിന്നീട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരും, 2 ടേം ആയിരിക്കും, അതിൽ 2ാം തവണ KC വേണുഗോപാൽ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ യാതൊരു തരത്തിലുള്ള നിബന്ധനയും വി ഡി സതീശന് കൊടുത്തിട്ടില്ല എന്നറിയുന്നു. അതും അക്ഷരാർത്ഥത്തിൽ ശരിയായി. അതായത് ക്രൈം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ട് നടത്തുന്ന എല്ലാ നിരീക്ഷണങ്ങളും ശരിയാണ് എന്നുള്ളതിന് അവസാനത്തെ ഒരു നിദർശനം കൂടിയാണ് ഈ വി ഡി സതീശൻ. എന്തായാലും ആ കാര്യത്തെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ കൂടി ചെയ്യാം. നന്ദി, നമസ്കാരം.